സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ കർത്താവിൻ്റെ തിരുപ്പിറവിക്ക് ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ വലിയ സുവിശേഷ നമ്മൾ ഇന്ന് ശ്രവിച്ചു. പ്രത്യേകിച്ചും മത്തായിയുടെ സുവിശേഷത്തിലെ പറയുകയുണ്ടായി, മാലാഖ വന്ന് ജോസഫിനോട് പറയുകയുണ്ടായി, ദാവീദിന്റെ പുത്രനായ ജോസഫ്, നീ നിന്റെ ഭാര്യ മറിയത്തെ സ്വീകരിക്കുന്നതിലെ വിഷമം വിചാരിക്കരുത്. എന്തെന്നാൽ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവനിനി ഈശോ എന്ന് പേരിടണം. സ്നേഹമുള്ളവരെ, വലിയ സന്തോഷത്തിന്റെ ഈ ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ ഈശോയെ, രക്ഷകനും നാഥനുമായ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ആ ക്രിസ്തുമസിന്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോ മാലാഖയുടെ ആ വചനം കേട്ട് സന്തോഷത്തോടുകൂടി പരിശുദ്ധ മറിയത്തെ സ്വീകരിക്കാൻ പോകുന്ന ഒരു ജോസഫിന്റെ ചിത്രം നമ്മൾ ഇന്ന് കാണുകയുണ്ടായി. ഹല്ലേലൂയ. എനിക്കിന്ന് ഈ വചനം കേൾക്കുമ്പോൾ പറയാനുള്ളത്, നമ്മുടെ ഹൃദയവും മനസ്സും ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങണം. അതിനായിട്ട് കർത്താവ് ഒരു സന്ദേശം തരുന്നതായിട്ട് കർത്താവ് മാതാവിനോടും യോസഫിനോടും ഒരു സന്ദേശം നൽകി. അതുപോലെ നമ്മളോടും ഈശോ സന്ദേശം നൽകുന്നുണ്ട്. കർത്താവ് പറയുന്നത്, നീ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നീ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിന്റെ രാജ്യവും നീതിയും നമ്മൾ അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ലഭിക്കും. ഇന്ന് അനേകം മക്കളും ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ പലവിധ വ്യഗ്രതയിലെ മുഴുകി ജീവിക്കുന്നു. ഏറ്റവും നല്ലൊരു ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കണം, നല്ലൊരു കേക്ക് ഉണ്ടാക്കണം, കേക്ക് വാങ്ങണം, അതുപോലെ എന്ത് മീൻ വാങ്ങണം, എന്ത് ഇറച്ചി വാങ്ങണം, പല കാര്യങ്ങളും വ്യഗ്രത പൂണ്ടിയിരിക്കുകയാണ്. പക്ഷേ കർത്താവ് പറയും, നീ ആദ്യം അവിടുത്തെ രാജ്യം അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കി നിങ്ങൾക്കെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ വന്നിരിക്കുമ്പോൾ കർത്താവായ ഈശോ നമുക്ക് തന്നെ നൽകുവാനായിട്ട് വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. ഈ വിശുദ്ധ കുർബാനയിൽ ഈശോയെ പൂർണ്ണമായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ കർത്താവിന്റെ രാജ്യത്തിന്റെ അനുഭവം നമുക്ക് ഏവർക്കും ലഭിക്കും. നമ്മൾ എത്രമാത്രം ഒരുങ്ങി ഈശോയെ സ്വീകരിക്കുന്നു, അത്രമാത്രം ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവർ ലഭിക്കും. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു സന്ദേശമാണ്. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഒരു വ്യക്തി ഈശോയെ സത്യത്തിലെ വ്യക്തമായും തയ്യാറെടുത്തുകൊണ്ട് പരിശുദ്ധിയിൽ സ്വീകരിക്കുമ്പോൾ ഈശോയെ പോലെ ആയി മാറുകയാണ്. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഒരു വ്യക്തി ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനും ലോകത്തിന്റെ പ്രകാശമായി തീരണം. അതുകൊണ്ടാണ് ഈശോയുടെ ജനന സമയത്ത് ബെത്ലഹേമിലെ ആ കാലിത്തൊഴുത്തിലെ ഈശോ ജനിക്കുന്ന സമയത്ത് ഒരു അടയാളം പ്രത്യക്ഷപ്പെട്ടു. ലോകം മുഴുവനും വേണ്ടി ഒരു അടയാളം പ്രത്യക്ഷപ്പെട്ടു. ആ അടയാളമാണ് ഒരു സ്റ്റാർ, തക്കൻ. ഒരു സ്റ്റാർ പ്രത്യക്ഷപ്പെട്ടു, ആകാശത്ത് സ്റ്റാർ പ്രത്യക്ഷപ്പെട്ടു. ആ സ്റ്റാർ നോക്കിയാണ് പൗരസ്ത്യ ദേശത്തിലെ 3 ജ്ഞാനികൾ ഈശോയെ കാണാനായിട്ട് കടന്നു വരുന്നത്. ആ സ്റ്റാർ ഒരു പ്രതീകമാണ്, പ്രകാശത്തിന്റെ പ്രതീകം. ഈശോ പറയുകയാണ്, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഈശോ ഉണ്ടെങ്കിൽ, ഒരു കുടുംബത്തിൽ ഈശോ ഉണ്ടെങ്കിൽ, ഒരു പാരീഷിൽ ഈശോ ഉണ്ടെങ്കിൽ, ഒരു സഭയിൽ ഈശോ ഉണ്ടെങ്കിൽ അവിടെ പ്രകാശം ഉണ്ടായിരിക്കും, ഒരു അന്ധകാരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഈ ക്രിസ്മസിന് 2024 ക്രിസ്മസിന് തയ്യാറെടുക്കുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളും ഒരു പ്രകാശമായിട്ട് തീരണം. നമ്മുടെ അന്ധകാരങ്ങൾ മാറണം.
നമ്മൾ ഈശോയുമായിട്ട് ഒന്നിക്കുന്ന ഒരു അനുഭവം. അതാണ് യഥാർത്ഥ ക്രിസ്മസ്. സത്യം പറയാൻ എല്ലാ വിശുദ്ധ കുർബാനയും ക്രിസ്മസിന്റെ അനുഭവമായി നമുക്ക് തീരണം. അതിന് നമ്മൾ അത്രമാത്രം ഒരുങ്ങണം. അപ്പൊ ആ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ഹൃദയത്തിൽ ഈശോ ഉണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു സ്റ്റാർ വന്നിരിക്കും, നമ്മൾ ഒരു സ്റ്റാറായി മാറും. ഇതാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം. എവിടെ ഈശോ ഉണ്ടോ അവിടെ ഒരു പ്രകാശമുണ്ട്, അവിടെ സ്റ്റാർ ഉണ്ട്. നമുക്കറിയാം, എപ്പോഴും പറയുന്ന കാര്യം, ഈശോയോട് കൂടെ ചെയ്താൽ, ഈശോയോട് കൂടെ നമ്മൾ ജീവിച്ചാൽ നമ്മൾ ഹീറോയായി മാറും. ഈശോ ഇല്ലെങ്കിൽ നമ്മൾ സീറോയാണ്. ബട്ട് ഈശോയോട് കൂടെ നമ്മൾ ഹീറോയാണ്. ആ ഹീറോയ്ക്ക് ഒരു പ്രകാശം ഉണ്ടായിരിക്കണം. അന്ധകാരങ്ങളൊക്കെ മാറി ഒരു പ്രകാശത്തിന്റെ ജ്യോതി അവനിൽ വന്നു നിറയും. അപ്പൊ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആദ്യം നമ്മൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അപ്പോൾ നമുക്കെല്ലാം ലഭിക്കും. അപ്പോൾ ആ കർത്താവിന്റെ ജ്യോതി ലഭിക്കും. കർത്താവ് തന്നെ ഒരു ജ്യോതിയായി നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. അതിനായുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.